എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ നമ്മളിൽ നിറയുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണ്? യേശുവിന്റെ സ്വഭാവമാണ് പരിശുദ്ധാത്മാവ്. യേശുവിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവരോടും ക്ഷമിച്ചു. എല്ലാവരോടും യേശു പാപികളോട് പോലും ഒരു കുറ്റപ്പെടുത്തലുകൾ പോലും, പാപിനിയായ സ്ത്രീയെ, പാപത്തിന്റെ ബന്ധനത്തിൽപ്പെട്ട് വേണ്ടിയിരുന്ന പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന സ്ത്രീയോട് പോലും അവിടെ കർത്താവ് കരുണ കാണിച്ചു. കർത്താവിന്റെ സ്നേഹം കരുണ കാണിക്കുന്ന സ്നേഹമാണ്. കരുണ കാണിക്കുന്നതാണ് കർത്താവിന്റെ സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ യേശുവിന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് നമ്മൾ നിറഞ്ഞു നിൽക്കേണ്ടത്. യേശുവിന്റെ സ്വഭാവം നിറഞ്ഞു നിൽക്കണം. കുറ്റപ്പെടുത്തലുകൾ പാടില്ല. അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെ സ്വഭാവമല്ല, പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെ വ്യക്തിത്വമാണ് ജ്ഞാനം. പരിശുദ്ധാത്മാവിന്റെ തരുന്ന ദാനങ്ങൾ യേശുവിന്റെ വ്യക്തിത്വമാണ്. ജ്ഞാനം, അറിവ്, ബുദ്ധി, ആലോചന, ഇതൊക്കെ തരുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ്. ഇത് യേശുവിന്റെ വ്യക്തിത്വമാണ്. ഇത് നമ്മളിൽ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. യേശുവിന്റെ ശക്തിയാണ് വരദാനങ്ങൾ. ഹല്ലേലൂയ. വരദാനങ്ങൾ രോഗശാന്തിപരം, ദർശനപരം, പ്രവചനപരം, അത്ഭുതപ്രവർത്തനപരം, രോഗശാന്തിപരം, ജ്ഞാനത്തിന്റെ പരം, ഇതെല്ലാം യേശുവിന്റെ ശക്തിയാണ്. യേശു പറയുന്നത്, അത്തിമരത്തിന്റെ ചുവട്ടിൽ നീ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു. യേശു അവൻ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ തന്നെ ശിഷ്യനോട് പറയുകയാണ്, നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് യേശുവിൽ അവനവിടെ ഇരിക്കുന്ന ദർശനത്തിലൂടെ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നു? അത് യേശുവിന്റെ ശക്തിയാണ്. ഈ വരങ്ങൾ നമ്മൾ വിനിയോഗിച്ചാണ് സഭയെ പടുത്തുയർത്തുവാനും സഭയെ ശക്തിപ്പെടുത്തുവാനും ദൈവം തരുന്ന ദാനമാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ. ഇത് കാശ് കൊടുത്താൽ കിട്ടുമോ? കിട്ടില്ല. അപ്പം വരങ്ങൾ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വരങ്ങൾ യേശുവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർമ്മിക്കുകയാണ്, ഞാൻ ഒരു ഫോർമേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവിടെ 72 പേരുടെ ഒരു ഗ്രൂപ്പാണ്. 72 ഗ്രൂപ്പില് കേരളത്തിലും പുറത്തുമായി വടക്കേണ്ടിയിലൊക്കെ വിദേശത്തുമായി ധ്യാനിപ്പിക്കുന്ന 25 അച്ഛന്മാര്, അതുപോലെ തന്നെ 40 സിസ്റ്റേഴ്സ്, ആകെ 7 അൽമായർ, ഞാൻ ഉൾപ്പെടെ 7 അൽമായരാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അവിടെ ആ പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നാൽ ഞാൻ നിസാരനും ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ഒന്നുമല്ലാതിരുന്ന ഞാൻ അവിടേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുള്ളവരെ അവിടെ വലിയ ധ്യാനഗുരുക്കന്മാരും അതുപോലെ തന്നെ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും ഒക്കെയാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ നിസാരനായ ആ ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുള്ളവരെ ആ ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയാണ്. 72 പേരുള്ള ഗ്രൂപ്പിൽ. തുടർന്ന് പിന്നീട് എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ 72 പേരിലുള്ള ഈ അൽമായയിലുള്ള 7 പേരിൽപ്പെട്ട ഞാൻ അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട്. ആ മാതാവിന്റെ രൂപത്തിൽ ചെന്നിട്ട് ഞാൻ തൊട്ടിട്ട് ഇത്രയും പറയും, പരിശുദ്ധ അമ്മ മാതാവെ, അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് ആവശ്യമായ വരങ്ങളും ദാനങ്ങളെയും ഗിഫ്റ്റ് എനിക്ക് മേടിച്ചു തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അത്ര ഞാൻ ചെയ്യുള്ളൂ. എന്നാൽ ബാക്കി വന്നിരിക്കുന്ന വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ പോയി മുട്ടയിൽ നിന്ന് കുരിശിന്റെ വഴിയും മുട്ടയിൽ നിന്ന് നീന്തലും ഇങ്ങനെ ഒരുപാട് പരിത്യാഗ പ്രവൃത്തികളൊക്കെ അവർ ചെയ്തു. എന്നാൽ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ആ ഗിഫ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്നവര് ദൈവത്തിന്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പരിശോധിക്കാനും കിട്ടുന്ന ദർശനങ്ങൾ കറക്റ്റാണോ എന്ന് പരിശോധിക്കാനും ഒക്കെ അവിടെ സ്പാക്കേഴ്സ് ഉണ്ട്, നേരത്തെ കിട്ടിയവരുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് നമ്മളെ മുമ്പിലിരുത്തി അവര് ഇങ്ങനെ നമ്മളെ പരിശോധിച്ചു നോക്കും. എന്നാൽ എളിയവനായ എനിക്ക് ആദ്യമായിട്ട് ആ ഗിഫ്റ്റ് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ദർശനം കിട്ടുകയാണ്. അതായത് മുമ്പിൽ ഒരു സെയിൽ ടാക്സിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആ ഫോർമേഷൻ പ്രോഗ്രാം പങ്കെടുക്കുന്ന എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊക്കെ കണ്ടെത്താൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് കണ്ടെത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ് 2011 ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം സെയിൽ ടാക്സ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗോഡൌണിൽ ചെല്ലുന്നതും ഒരു വലിയ സമ്പന്നന്റെ അവിടെ ചെല്ലുന്നതും പിന്നീട് അദ്ദേഹത്തെ ഗോഡൌണിൽ അവരെ ഉൾപ്പെടുന്ന ടീമിനെ ഗോഡൌണിലിട്ട് കൂട്ടിയിടുന്നതും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് ചാടി ജീവനെ കൊണ്ട്
കൂടുന്നതും ദർശനം എനിക്കത് ദർശനം കിട്ടി. ആദ്യമായിട്ട് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആ ഗിഫ്റ്റ് എനിക്ക് ദർശനം കിട്ടുകയാണ് പ്രിയമുള്ളവരെ. അതിനുശേഷം പിന്നീട് ഞാൻ ഈ ശുശ്രൂഷയിൽ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഒരിക്കലും ഒരു ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാൻ ഒന്നും ചെയ്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു. ദീപികാനന്ദത്തിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദീപികാനന്ദ സന്നിധിയിൽ പോയി എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു ശീലം എൻ്റെ ജീവിതത്തിൽ ഞാൻ രൂപപ്പെടുത്തി. പിന്നീട് ഒരു മിനിസ്ട്രിയായി രൂപാന്തരപ്പെടുകയും പിന്നീട് ദൈവശാസ്ത്രത്തിൽ ഞാൻ ഡിഗ്രി എടുക്കുവാനും അത് കാലിക്കറ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് എടുക്കുവാനും അതുപോലെ തന്നെ വിറ്റ്നസ് ഓഫ് മേഴ്സി എന്ന ആ കോഴ്സ് പൂർത്തിയാക്കാൻ, അതുപോലെ തന്നെ രൂപത അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് തന്നു. പിന്നീട് രൂപത ഒരു മിനിസ്ട്രി ആയിട്ട് അപ്രൂവൽ തന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ഒരു മിനിസ്ട്രി ആയിട്ട് രൂപത എനിക്ക് ലൈസൻസ് അംഗീകാരം നൽകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് കർത്താവിനെ ക്രമമായിട്ട് വളർത്തിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. യൂദയായാലും സമരിയായാലും ജെറുസലേമിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈ ശക്തിയാണ് നമ്മളിലേക്ക് നൽകപ്പെടുന്നത്. നമുക്ക് മനസ്സുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ, എന്നാൽ ബുദ്ധികൊണ്ട് വേണേ ആരാധിക്കാം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 22-23 യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ. സമയം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ആരാധിക്കുന്നവരെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കർത്താവ് എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചതിന് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. ഒരു ചെടിയെങ്കിലും നട്ടുവയ്ക്കാത്തവർ നമ്മുടെ ജീവിതത്തിൽ ആരും ഉണ്ടാകില്ല, അല്ലേ? ഒരു റോസപ്പൂ ചെടി നട്ടുവെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് റോസപ്പൂ പ്രതീക്ഷിക്കുന്നുണ്ട്. കർത്താവ് നമ്മൾ എന്തിനാണ് നട്ടത്? നമ്മുടെ കർത്താവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി യഥാർത്ഥ ശിഷ്യന്മാരായി മാറുന്നതിന് വേണ്ടിയാണ് യേശു നമ്മളെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു കഫർനാമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ യേശുവിന് വിശന്നു. അത്തിവൃക്ഷങ്ങൾ പൂക്കുന്ന ഫലം നൽകുന്ന കാലമല്ലാതിരുന്നിട്ടും യേശു അത്തിവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് അതിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചു. 11-ാം അധ്യായത്തിൽ കാണുന്നത് അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ അത്തിവൃക്ഷത്തിൽ ഫലമൊന്നും കണ്ടില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഇനിമേൽ ആരും നിന്ന് ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ശിഷ്യന്മാരോട് കൂടി യേശു മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു അങ്ങ് ശമിച്ച ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് കർത്താവ് ഹോളി സ്പിരിറ്റ് നമുക്കൊരു സന്ദേശം തരികയാണ്. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറിയില്ലെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തതയുടെയും ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നാളുകളിൽ വരണ്ടൊടുങ്ങിപ്പോയ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയതുപോലെ നമ്മുടെ ജീവിതവും ഉണങ്ങിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്നുള്ളതല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂട്ടാമെന്നുള്ളതല്ലാതെ നമുക്ക് കാര്യമായ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ പാപം ഇരുന്നു കഴിഞ്ഞാലോ നമ്മൾ മരിച്ചവരാണ്. എന്നാൽ ആത്മാവ് നമ്മൾ ഇരിക്കുന്നത്, ആത്മാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ശക്തന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിൽ കാണുന്ന ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു. വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടേയിരുന്നു. രൂപരഹിതമായി കിടന്നിരുന്ന പ്രപഞ്ചത്തെ, ക്രമരാഗത്തിൽ കിടന്നിരുന്ന പ്രപഞ്ചത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ക്രമമാക്കി ദൈവം രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്നും ഈ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, അവിടുന്ന് വിപരീത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി കുടുംബ ബന്ധങ്ങൾ മാറ്റപ്പെടും. കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്നീട് വിപരീത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കുടുംബമായി മാറും. കുറ്റപ്പെടുത്തലുകൾ അവിടെ വരും. അതുപോലെ തന്നെ സ്വയാനുഭവം
ദാർഷ്ട്യം കടന്നു വരും, ജ്ഞാനത്തെ ഭാവം കടന്നു വരും. ഇതെല്ലാം വിപരീത ഫലങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ഒഴുകി വരുന്നത്. മാരകമായ പാപത്തിന് അടിമപ്പെട്ട് കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നിന്ന് നിർവീര്യമായി പോവുകയാണ്. നമ്മുടെ ഭ്രൂണഹത്യപോലുള്ള മാരകമായ പാപങ്ങൾ അടിമപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ വ്യഭിചാരത്തിന്റെ മേഖലകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നിന്ന് ഇല്ലാതായി പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ അനുഭവിച്ച് വീണ്ടും അനുഭവിച്ച് കണ്ണീരോടുകൂടി നമ്മുടെ പാപത്തെ കഴുകി കളഞ്ഞ് പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ, എത്ര തകർന്നു പോയ ജീവിതമാണെങ്കിലും പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ രൂപരഹിതമായി കിടക്കുന്ന നിന്റെ കുടുംബത്തെ രൂപകരമാക്കി മാറ്റും. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ജഡഭോഗങ്ങളിൽപ്പെട്ട് സുഖഭോഗങ്ങളിൽപ്പെട്ട് തന്റെ ജഡതന്ത്രങ്ങളിൽ ഒഴുകി ജീവിക്കുന്ന നിന്റെ കുടുംബാംഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉന്നതമായ ശക്തി നിന്റെ ഹൃദയം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അതൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തുടങ്ങി കഴിയുമ്പോൾ ഒരു സ്നേഹ സമൂഹമായി രൂപം കെട്ടുകിടന്ന കുടുംബത്തെ രൂപകരമാക്കി മാറ്റും. ഹല്ലേലൂയ. അപ്പൊ രൂപരഹിതമായി കിടന്ന പ്രപഞ്ചത്തെ രൂപകരമാക്കി മാറ്റിയതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം കുടുംബമായി മാറും, സമൂഹം സ്നേഹസമൂഹമായി മാറും. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോയി കഴിയുമ്പോൾ നമ്മളത് കുറ്റപ്പെടുത്തലുകളും വിപരീത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിന്ന്